ഇനിയും കേൾക്കാത്ത ആ മുദ്രാവാക്യങ്ങൾ കേൾക്കാത്തവർക്കായി കണ്ണടച്ചിരുട്ടാക്കുന്നവർക്കായി ഈ രണ്ട് സമരവേദികളിലെ, അതും വനിതകൾ സമരം ചെയ്യുന്ന ആ രണ്ട് സമരവേദികളിലെ അവരുടെ മുദ്രാവാക്യവും ആവശ്യങ്ങളും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇന്ന് സമരം 17ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. എന്താണ് സമരത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം? പരമാവധി പേർക്ക് നിയമനം നൽകുക എന്നതാണ് ആവശ്യം. ഇപ്പോഴുള്ള ലിസ്റ്റിലുള്ളത് 967 പേരാണ്. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടരുകയാണ്. നിലവിൽ നിയമന ശുപാർശ കിട്ടിയത് 337 പേർക്കും. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കും. ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി. പരമാവധി പേർക്ക് നിയമനം കൊടുത്തെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അവർ സമരം തുടരുകയാണ്. കൂടുതൽ പേർക്ക് നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. എഴുത്തു പരീക്ഷയ്ക്കപ്പുറം കായികക്ഷമതയും തെളിയിച്ച ഉദ്യോഗാർത്ഥികൾ അങ്ങേയറ്റം നിരാശയിലാണ്. ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല സർക്കാർ. ഇനി ആശാ സമരത്തിലേക്ക് വന്നാൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ആറ്റുകാൽ പൊങ്കാല, അതിനുശേഷം വിഷു, ഇപ്പോൾ ഇതാ ഈസ്റ്ററും ആ സമരപ്പന്തലിൽ ആഘോഷിക്കാൻ അല്ലെങ്കിൽ അവിടെ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ആശമാർ. ആശയറ്റ ആ സമരം 68ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഓണറേറിയം കൂട്ടുക എന്നതാണ് പ്രധാന ആവശ്യം. ആശാ സമരം സർക്കാർ പൂർണ്ണമായി അവഗണിച്ചു. 5 തവണ ചർച്ച നടത്തിയെങ്കിലും അതിലൊന്നും യാതൊരുവിധ ഒരു പരിഹാരം കണ്ടെത്താൻ, ഏതെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ 3000 രൂപയെങ്കിലും 21,000 രൂപ എന്നൊരു മാന്യമായ ശമ്പളത്തിനപ്പുറത്തേക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ ഒരു സൊല്യൂഷനായി അവർ മുന്നോട്ട് വെച്ചത് 3000 രൂപ, അതായത് ദിവസം 100 രൂപ കൂട്ടി നൽകാനുള്ള ആവശ്യം. ആ ആവശ്യത്തോടും സർക്കാർ ഈ ഘട്ടത്തിൽ പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. ഏതായാലും ആ രണ്ട് സമരങ്ങളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ, ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ തുടരുകയാണ്. അജീഷ് ജയകുമാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമരവേദിക്ക് മുന്നിൽ നിന്ന്. അജീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തിയേറിയ സമര മുദ്രാവാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കടുത്ത വെയിലിനെയും മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ടുള്ള സമരാവേശം, പോരാട്ട വീര്യവും കണ്ടതാണ്. വനിതകളുടെ സമരം അവിടെ തുടരുകയുമാണ്. CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവരുടെ സമരവേദിയിലുള്ള 3 പേർക്കുൾപ്പെടെ 45 പേർക്ക് കൂടി നിയമനം ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർ ചൂണ്ടിക്കാട്ടിക്കുന്ന വലിയ കണക്കുകളുണ്ട്. 900-ലധികം പേരുടെ വലിയ ലിസ്റ്റ്, അതിൽ 350ഓളം പേർക്ക് മാത്രം നിയമനം ലഭിക്കുന്നു. ഇനി ഏറെ വേക്കൻസികളുണ്ട്, 500-നടുത്ത് വേക്കൻസികളുണ്ടെന്ന് അവരിപ്പോഴും വാദിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ച പോലും ഉണ്ടായില്ലല്ലോ ഇതുവരെ. ഗോകുല് പറഞ്ഞതുപോലെ തന്നെ 17 ദിവസമായി വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ്. അവർ പല സമരമുറകൾ മാറ്റി പരീക്ഷിച്ചു നോക്കി. നമ്മൾ തുടക്കം മുതൽ അവരുടെ വേദനകൾ കണ്ടതാണ്. മഴയും വെയിലുമേറ്റ് അവർ സമരം ചെയ്യുന്നുണ്ടായിരുന്നു. കല്ലുപ്പിൽ നിന്നും മുട്ടിലിഴഞ്ഞും കണ്ണുകെട്ടിയും കണ്ണുകെട്ടിയും കഴുത്തിൽ കയറൊക്കെയിട്ട് അവർ പലതരത്തിലുള്ള സമരമുറകൾ ഈ സെക്രട്ടേറിയറ്റിന്റെ സമരപ്പന്തലിൽ അവർ പരീക്ഷിച്ചു. പക്ഷേ ഒരു തവണ പോലും ചർച്ചയ്ക്ക് വിളിച്ചില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒന്ന് മാത്രമാണ്. അതായത് 967 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. മുൻപത്തെ ലിസ്റ്റിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ നൽകിയത്. 337 പേർക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ ഏതാണ്ട് 10-60 പേർ NJD ആണ്. അത് അവർക്ക് മറ്റ് ജോലി ഉള്ളതുകൊണ്ട് ഈ പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 270ഓളം പേർക്ക് മാത്രമാണ് സേനയിൽ ഈ ലിസ്റ്റിൽ നിന്ന് ജോലിക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മുൻപത്തെ ലിസ്റ്റുകളിലൊക്കെ ഏതാണ്ട് 50% നിയമനം നടന്നപ്പോൾ തങ്ങളുടെ ലിസ്റ്റിൽ ഏതാണ്ട് 30% നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ആരോപിക്കുന്നത്. മാത്രമല്ല ഈ വനിതാ CPO റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് മാർക്കാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായത്. ഏതാണ്ട് 60 മാർക്കായിരുന്നു ഇവരുടെ കട്ട് ഓഫ് മാർക്ക്. ഇത്രയും ഉയർന്ന കട്ട് ഓഫ് മാർക്കും അതിജീവിച്ച്, കായികക്ഷമതാ പരീക്ഷയും അതിജീവിച്ചാണ് ഇവർ ഈ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. ഏതാണ്ട് 3 ലക്ഷത്തിലോളം വനിതകൾ എഴുതിയ ഒരു പരീക്ഷയാണ്. സംസ്ഥാനത്തെ ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം അതിജീവിച്ചാണ് ഇവർ റാങ്ക് പട്ടികയിൽ ഇടം നേടിയത്. പക്ഷേ അവർക്ക് നിയമനം കിട്ടിയില്ല. ഒരു പകുതി പേർക്കെങ്കിലും നിയമനം കിട്ടണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. പക്ഷേ അതൊന്നും സാധിച്ചില്ല. എന്തായാലും 17 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സമരം നേടുമ്പോൾ കുറച്ചധികം പേർക്ക് നിയമനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിലും വിഷയം ചർച്ചയായില്ല. ഇടയ്ക്ക് ഒരു പോക്സോ പ്രത്യേക വിങ് സർക്കാർ രൂപീകരിച്ചെങ്കിലും അതിൽ നിന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ വാക്കൻസി റിപ്പോർട്ട് ചെയ്തുള്ളൂ. അങ്ങനെയാണ് നിലവിൽ ഈ സമരം ചെയ്യുന്നവരുൾപ്പെടെ 45 പേർക്ക് അഡ്വൈസ് അയച്ചത്. സമരം ചെയ്യുന്ന 3 പേർ മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് പോയത്. ഈ ആശാ സമരം സമാനമാണ്. 5 തവണ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അവരുടെ ചർച്ചയിൽ ഒരു പരിഹാരവും ഉണ്ടായില്ല. നിലവിൽ എന്തായാലും കോടതിയുടെ കടാക്ഷം കാത്തിരിക്കുകയാണ് ആശമാരും. തീർച്ചയായിട്ടും ഏതായാലും വലിയ സഹന സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരും ഒപ്പം WCPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളും. മുട്ടിലിഴഞ്ഞും ഉപ്പിൽ മുട്ടുകുത്തി നിന്നും ഏറ്റവും ഒടുവിൽ കോമാളി കണക്ക് വേഷം കിട്ടി സർക്കാർ കോമാളിയാക്കിയോ ഞങ്ങളെ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെയും അങ്ങനെ വലിയ പല തരത്തിലുള്ള സമരമുറകൾ സ്വീകരിച്ചു.
ആശമാരുടെ കാര്യം അറിയാം. പൊങ്കാലയിട്ടത് അവിടെ, വിഷു ആഘോഷിച്ചത് അവിടെ, ഇനിയിപ്പോൾ ഇതാ ഈസ്റ്ററും. അങ്ങനെ എത്ര നാൾ ഈ സമരം മുന്നോട്ട് പോകും? എന്താണ് ഈ സമരത്തിന് അവസാനം? അല്ലെങ്കിൽ എന്താണ് ഒരു തീരുമാനം? 3000 രൂപയെങ്കിൽ 3000 രൂപയെങ്കിലും കൂട്ടുമോ എന്ന പ്രതീക്ഷയാണ്, ചോദ്യമാണ്. NHMന്റെ ഭാഗത്തുനിന്ന് അടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണങ്ങളും ഇപ്പോൾ വരുന്ന കമ്മീഷൻ എന്ന നിർദ്ദേശം, അന്വേഷണ കമ്മീഷൻ എന്നുള്ള നിർദ്ദേശമൊക്കെയും അവർക്ക് സ്വീകാര്യമല്ല. അവർ ആവശ്യപ്പെടുന്നത് മാന്യമായ വേതനമാണ്.